പ്രിയമുള്ളവരെ, ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. കർമ്മൽ സ്നേഹനിലയത്തിലെ നിലവിലെ സാഹചര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് നാളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നിലവിലെ സാഹചര്യം വളരെ ദയനീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ ആയിരുന്ന വാടക ഭവനത്തിൽ നിന്ന് പുതിയ വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ നമ്മളൊരു ഏകദേശം ഒഴിഞ്ഞ ഒരു കോണിലേക്കാണ് മാറ്റപ്പെട്ടത്. മറ്റേത് മെയിൻ റോഡ് സൈഡ് ആയിരുന്നെങ്കിൽ ഇത് തികച്ചും ജനവാസം കുറഞ്ഞ മേഖല, ആൾസഞ്ചാരം കുറഞ്ഞ മേഖല ആയതിനാൽ തന്നെ നമ്മളെ മറ്റുള്ളവർ കാണുവാനും മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടുവാനും മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് എത്തിപ്പെടുവാനും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ ദൈനംദിന കാര്യങ്ങൾ പോലും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സ്റ്റോറിൽ പലചരക്ക് സാധനങ്ങളൊന്നും തന്നെ ഇല്ല. ദൈനംദിന ചിലവുകൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നില്ല. മറ്റുള്ളവർക്ക് വന്നെത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, വളരെ ക്ലേശങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹനിലയത്തിൻ്റെ സുഹൃത്തുക്കളോട്, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് വീണ്ടും അപേക്ഷയുടെ സ്വരവുമായിട്ട് ഞാൻ കടന്നു വരികയാണ്. നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയോ, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയോ, നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളിലേക്കോ കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ കൂട്ടായ്മകളിലേക്കോ ഒക്കെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ 4ാമത്തെ വാടക വീട്ടിലേക്കാണ് നമ്മൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. അതും കൂടി നിങ്ങളിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹനിലയത്തിലെ നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളത്, നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ പണി ഇപ്പോൾ ഏകദേശം റൂഫിട്ടു, സൈഡെല്ലാം തേച്ചു, ബാത്റൂമിൻ്റെ എല്ലാം കെട്ടുകഴിഞ്ഞു. ഇനി ടൈൽ ചെയ്യണം, പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്ക്, സീലിങ്, ഇത്രയും കാര്യങ്ങൾ തീരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ വസ്തുവിൻ്റെ 1 ഏക്കർ വസ്തു നമുക്ക് തന്നിട്ടുള്ളതിൻ്റെ പൈസ നമ്മൾ കൊടുത്തതല്ല, ആ പൈസയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് അവരെ പെട്ടെന്ന് തന്നെ ഈ വാടക സൗകര്യത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം സൗകര്യത്തിലേക്ക് മാറ്റുക എന്നുള്ളതും കൂടി ഈ വിലയിരുത്തൽ നമ്മൾ ചെയ്യുമ്പോൾ പറയേണ്ടത് അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് ഈ കാര്യം കൂടി ഈ ഏവരുടെയും ശ്രദ്ധയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.